ഇന്ത്യക്കെതിരെ ഡീപ് സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്നും ബംഗ്ലാദേശിൽ ഡീപ് സ്റ്റേറ്റ് നീക്കം ഇല്ല എന്നും ഉറപ്പു നൽകി ഡൊണാൾഡ് ട്രംപ്. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിലുള്ള മുൻ ഡെമോക്രാറ്റിക് സർക്കാർ ബംഗ്ലാദേശിൽ ഭരണമാറ്റം നടത്തിയോ എന്നതിനെക്കുറിച്ച് മോദി ട്രംപ് വാർത്താ സമ്മേളനത്തിലാണ് ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ഉന്നയിച്ചത്. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ യുഎസിന്റെ ആഴത്തിലുള്ള ഭരണകൂടത്തിന് ഒരു പങ്കുമില്ല എന്ന് പ്രസിഡന്റ് ട്രംപ് നിഷേധിച്ചു. ഡീപ് സ്റ്റേറ്റിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റുകാരെയും സോറസ് സംഘത്തെയും ഓടിച്ചിട്ട് പിടിക്കുമെന്നതും അഴിയെണ്ണിക്കുമെന്നതും ഉറപ്പാണ്. ആരൊക്കെ ഇന്ത്യയിൽ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനം നടത്തി എന്നതിന്റെ ബ്ലൂ പ്രിന്റ് ഏജൻസികൾക്കുണ്ട്. ട്രംപിന്റെ പിന്തുണയും ഡീപ് സ്റ്റേറ്റുകാരെ തള്ളിപ്പറയുകയും ചെയ്തതോടെ കാര്യങ്ങൾ എളുപ്പമായി. ഇന്ത്യക്കെതിരെ നുണവാർത്തകൾ പ്രചരിപ്പിക്കാനും ഇന്ത്യയിൽ കലാപവും അട്ടിമറി ഉണ്ടാക്കാനുമായിരുന്നു ഡീപ് സ്റ്റേറ്റ് ലക്ഷ്യം. അർബൻ നക്സലുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമപ്രവർത്തകർ എല്ലാം ഇതിന്റെ ഫണ്ട് വാങ്ങിയിരുന്നു. കേന്ദ്ര സർക്കാർ വിരോധത്തിൽ ഇന്ത്യക്കെതിരെ വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. മുൻപ് കട്ടിംഗ് സൗത്ത് പരിപാടി ഉൾപ്പെടെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. കട്ടിംഗ് സൗത്തിന് കാനഡ എംബസിയിൽ നിന്നുമായിരുന്നു ഫണ്ട് എത്തിയത്. കട്ടിംഗ് സൗത്തിന്റെ പങ്കാളികളായി കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളുടെ മേധാവിമാർ വരെ ഉണ്ടായിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതോടെയാണ് ഇത്തരം ഫണ്ടുകൾ റദ്ദാക്കിയത്. അമേരിക്കയ്ക്ക് ഒരു നേട്ടവുമില്ലാത്ത ഫണ്ട് ചിലവാക്കൽ എന്ന് പറഞ്ഞായിരുന്നു ഇതെല്ലാം ട്രംപ് റദ്ദ് ചെയ്തത്. മാത്രമല്ല, ജോർജ് സോറസ് അമേരിക്കൻ ഏജന്റ് അല്ല എന്നും അങ്ങനെ ഒരു ഔദ്യോഗിക ഏജന്റ് ഉണ്ട് എന്ന് ധരിക്കുന്നത് ശരിയല്ല എന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്നും അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയുടെയും ഹിന്ദുക്കളുടെയും അവിടുത്തെ ബുദ്ധിമുട്ടുകൾ അറിയാം എന്നും ഇന്ത്യയുമായുള്ള ബന്ധത്തിനാണ് മുൻഗണന എന്നും ട്രംപ് വ്യക്തമാക്കി. ഗവൺമെന്റ് വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് ഓഗസ്റ്റിൽ ഹസീന ധാക്കയിൽ നിന്ന് പലായനം ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അമേരിക്ക വിഷയത്തിൽ ഇടപെടില്ല എന്ന് വ്യക്തമാക്കിയതോടെ ഇന്ത്യക്ക് സ്വന്തം നിലപാടുമായി ബംഗ്ലാദേശിൽ മുന്നോട്ട് പോകാം. നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിന്റെ കെയർടേക്കറായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ടും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം തുടരുന്നു. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടയാൻ വേണ്ടത്ര നടപടി എടുക്കാത്തതിൽ നിശ്ചിത വിമർശനം തുടരുകയാണ്. ഈ വിഷയത്തിൽ ഇന്ത്യക്ക് നിലപാടുമായി മുന്നോട്ട് പോകാം എന്നതാണ് ട്രംപ് കാട്ടിയ പച്ചക്കൊടി. ബംഗ്ലാദേശ് വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ നയത്തിന് പിന്നിലായിരിക്കും അമേരിക്കയുടെ നിലയുറപ്പിക്കൽ എന്നും വ്യക്തമാകുന്നു. ബംഗ്ലാദേശിലെ സമീപകാല സംഭവ വികാസങ്ങളെ പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ട്രംപുമായി ആശങ്ക പങ്കുവച്ചതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസി വ്യാഴാഴ്ച പറഞ്ഞു. ഇത് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. ബംഗ്ലാദേശിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇന്ത്യ എങ്ങനെയാണ് സ്ഥിതിഗതികൾ കാണുന്നത് എന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി തന്റെ കാഴ്ചപ്പാടുകളും ആശങ്കകളും പങ്കുവച്ചു. ഇരു നേതാക്കളുടെയും സംയുക്ത പത്രസമ്മേളനത്തിന് ശേഷം വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു, ബംഗ്ലാദേശിലെ സാഹചര്യം അവരുമായി ക്രിയാത്മകവും സുസ്ഥിരവുമായ രീതിയിൽ ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു ദിശയിലേക്ക് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ആ സാഹചര്യത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. പ്രധാനമന്ത്രി ആ കാഴ്ചപ്പാടുകൾ പ്രസിഡന്റ് ട്രംപുമായി പങ്കിട്ടു. ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ.